പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് അഗോഡ ഫോർട്ട്. ഞാൻ ഡിജിറ്റൽ ഇന്ത്യനെ മാത്രം വിശ്വസിച്ച് വന്ന ആളായി പോയി. ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എല്ലായിടത്തും വിശ്വസിക്കാൻ പറ്റില്ല. ഓ, എല്ലാവരും ഒന്ന് ഞെട്ടം തയ്യാറായിക്കോ. ഓമ്മേ, കേരള തൃശ്ശൂരാണോ? ഓമ്മേ, എന്തായാലും ഇതൊരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിലൂടെ കയറണം, കയറി വരണേ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ഗോവയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്, അഗോഡ ഫോർട്ട്. അവിടെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് അഗോഡ ഫോർട്ടിലെ കാഴ്ചകൾ കാണാനുണ്ട്, ലൈറ്റ് ഹൗസ് കാണാനുണ്ട്. ഇത്രയും കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. നല്ല തിരക്കാണ്. ഗോവയിൽ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാറുണ്ട്. വേറെ ടിക്കറ്റ് എടുക്കണം. ഓക്കെ, സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട്. ഓക്കെ, 25 രൂപയുള്ളൂ സാധാരണക്കാർക്ക്. ഫോറിനേഴ്സിന് 300 രൂപയാണ്. ഇന്ത്യക്കാർക്ക് 25 രൂപ. കേരള തൃശ്ശൂരാണ്. എവിടെ ഇതിലും മലയാളികൾ മാത്രമുള്ളൂ അല്ലേ? അങ്ങനെ ടിക്കറ്റ് കിട്ടി. പക്ഷേ ഞാൻ ഡിജിറ്റൽ ഇന്ത്യനെ മാത്രം വിശ്വസിച്ച് വന്ന ആളായി പോയി. പക്ഷെ ഇവിടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യണില്ല, നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ ചേട്ടന് പൈസ അയച്ചു കൊടുത്തിട്ട് പൈസ കിട്ടിയിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അപ്പം അങ്ങനെ തന്നെ ടിക്കറ്റ് കിട്ടി. എന്തായാലും വന്ന കാര്യം നടത്താണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എല്ലായിടത്തും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ ഒരു ലിക്വിഡ് ക്യാഷ് മിനിമം നമ്മുടെ കയ്യിലുണ്ടാവണം, ഇല്ലെങ്കിൽ പെട്ടുപോകും ചില സ്ഥലങ്ങളിൽ. എന്തായാലും നല്ലൊരു കാഴ്ചകൾ എൻ്റെ വ്യൂവേഴ്സിന് സമ്മാനിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ നടക്കുന്നത്. നോക്കാം. എന്തൊക്കെയോ കാഴ്ചകളുണ്ട്. ആൾക്കാർ മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ചരിത്രം നാം മറ്റൊരു എഴുതി വെച്ചിട്ടില്ലേ? എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്ഥലം കിട്ടി. ആ, 1612 തുടങ്ങിയതാണോ അത്? അമ്മേ, പുരാവസ്തുവാണ്. ഇപ്പോൾ കണ്ടിട്ട് വരാം. ഒരു കാര്യം ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നോട്. കാര്യം ഇവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, അതുണ്ടെങ്കിൽ അവരെന്നോട് കൺസേൺ പറയാൻ. എവിടെ നോക്കിയാലും മലയാളികളാ. ഓ, എൻട്രി ടിക്കറ്റാ? എങ്ങനെയാണ്? ഓക്കെ, ടിക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ അവിടെ? ഓമ്മേ, അടിപൊളി. ഫോട്ടോ സെക്ഷനെ സെറ്റ് ചെയ്യാണ് ഒരു ടീം. അടിപൊളി.
അങ്ങനെ എത്ര പേർക്ക് വേണമെങ്കിലും നിരന്നിരുന്ന് ഫോട്ടോ എടുക്കാം. ചേട്ടന്മാരെ മുകളിൽ പോട്ടെ. ആഹാ, വെറുതെ എല്ലാ ആൾക്കാരും വരുന്നത്. ഓമ്മേ, പുറമേ നോക്കുമ്പോ ഇത്രയ്ക്കും തോന്നില്ല കേട്ടാ. എല്ലാവരും ഒന്ന് ഞെട്ടം തയ്യാറായിക്കോ. നീ വരാൻ പോണ കാഴ്ച അങ്ങനത്തെയാണ്. ഞാൻ പറഞ്ഞ എല്ലാവരും മെമ്മറീസ് പകർത്താനുള്ള തിരക്കിലാണ്. സൈഡ് മറ്റു വെച്ചാണ്, പക്ഷെ മൂളി കയറി കാണാൻ പറ്റും. ചരിത്ര സ്മാരകങ്ങളായിട്ട് അവശേഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. വീണ്ടും മലയാളീസാ. എവിടെയാണ് സ്ഥലം? കേരള തൃശ്ശൂരാണോ? ഇടുക്കിയാണ്. ചെറിയൊരു യൂട്യൂബറാട്ടാ. എന്നാ ഇന്ത്യ മൊത്തം അല്ല സോറി ഗോവ മൊത്തം കവർ ചെയ്തോ? അതല്ലേ. ഞങ്ങൾ റോയൽ എൻഫീൽഡിന്റെ ഒരു ഇവന്റ് റൈഡർ മാനിയ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തു നിന്നും എൻഫീൽഡുകൾ വരുന്ന ഒരു വലിയൊരു പ്രോഗ്രാം. അപ്പൊ അതിന് ബുള്ളറ്റ് മേ വന്നാണ് തൃശ്ശൂരിൽ നിന്ന് ബുള്ളറ്റ് ആണ് വന്നേക്കണേ ഞങ്ങള്. ഓക്കെ, നിങ്ങള് ട്രെയിനില്. ഓക്കെ, എന്നാണ് തിരിച്ചു പോണേ? എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് 28. എവിടെ നോക്കിയാലും മലയാളികളാ. ഓക്കെ, നോക്കി സംസാരിച്ചാൽ പറ്റും. എല്ലാവരും മലയാളികളാണ്. എവിടെ നോക്കിയാലും മലയാളികൾ മാത്രം. ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമായി പോയേരാട്ടാ. ഗോവ ഇങ്ങനെ വിസ്മയിപ്പിക്കാനായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കാണ്. ഒരു 360 ഡിഗ്രിയിലൊരു വ്യൂസ് നടക്കട്ടെ. ഒരു വട്ടം കൂടി.
ചെറിയൊരു തലചുറ്റൽ പോലെ രണ്ടോട്ടം ഇറങ്ങിയപ്പോ. ഇങ്ങനെ നടന്ന് അപ്പുറത്തെ തലക്കിലേക്ക് നമുക്ക് എത്തണം. ഇനി അവിടെ എന്ത് വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് ഉണ്ടാവാന്നുള്ളത് പോയി നോക്കാം. രണ്ട് വട്ടം ഞാൻ ഇതിനു മുമ്പ് ഗോവ വന്നിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഗോവയിൽ വരും തോറും കാഴ്ചകളുടെ എണ്ണം കൂടി വരാണ്. ഇനിയും മിസ്സായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് അടുത്ത റൈഡിനാവാം. എല്ലാവരും ഫോട്ടോ സെക്ഷൻ്റെ തിരക്കിലാണ്. മലയാളികളല്ലേ? എവിടുന്ന? ഇടിക്കുന്നല്ലേ? ഞങ്ങൾ തൃശ്ശൂരാ. ഇവിടെ മലയാളികൾ മാത്രമല്ലേ? നിങ്ങൾ എത്ര പേരുണ്ട് ടീം? 28 പേരുണ്ടല്ലേ? ചെറിയൊരു യൂട്യൂബറും കൂടി ഇട്ടാ. അപ്പൊ എന്തായാലും ഗോവ അടിച്ചു വിളിച്ചില്ലേ? അല്പം മലയാളികളാണ് അവിടെ. ഞങ്ങള് തൃശ്ശൂര്, അത്രേ ഉള്ളു. ഇനി ഇങ്ങനത്തെ എല്ലാ കാഴ്ചകളെത്താൻ നോട്ടെ. കരകാണാക്കടൽ. അറ്റത്ത് നൈസായിട്ട് കപ്പലൊക്കെ കാണാനുണ്ട്, പക്ഷെ ഇതില് കാണില്ല. चालली तू पाणी फोटो पाडवो पार साथी तो अंकल लागते पाइलो की नहीं पाइलो वो मैं चला पुढे गेलो पाटील. चला चला ओमी सरकार जल्दी एक पाणी ഏതൊരു ടൂറിസ്റ്റ് സ്ഥലത്തിൻ്റെയും ശാപമാണ് ഈ പ്ലാസ്റ്റിക് മലിനീകരണങ്ങൾ. മനസ്സിലാക്കാൻ നോക്കി ഇറങ്ങി പണി കിട്ടും. കാല് സ്ലിപ്പാവുണ്ടല്ലോ. ഓക്കെ, അത് സെറ്റായി. ആ എന്താ സുഖം നട്ടപ്പറ വെയിലത്ത് ഇങ്ങനെ ഇരിക്കാനായിട്ട്.
ഒരു വെയിലും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. ഫോട്ടോ സെക്ഷൻ ഇസ് ദി മെയിൻ. ആഹാ 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 എല്ലാവരും എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഇവിടെ കുഴപ്പമില്ല, നല്ല തണുന്നുണ്ട്. ഓ ഇവിടെ നിന്നിട്ടാ ഗോവയിലെ ഏറ്റവും ചരിത്രപ്രധാനമായ സ്ഥലങ്ങളുടെ ഫോട്ടോ സെക്ഷനാണ്. ഫോട്ടോസാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതിലെ പോയി ഇതിലെ വന്നു. നമ്മളത് എക്സിറ്റ് അടിക്കുകയാണ്. സോറി. ഇത് ഒന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, ഇനി ഇത് ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ജയിലുണ്ട്, അതിൻ്റെ കാഴ്ചകൾ കാണാം. എല്ലാം അവിടെ തന്നെ ടിക്കറ്റാണ്. നമ്മൾ ലൈറ്റ് ഹൗസ് കാണാൻ പോവാണ്. മിനിസ്ട്രി ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിൻ്റെ ലൈറ്റ് ഹൗസ് കാണാം. ഞാൻ എന്തായാലും ഇതൊരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അത് ഗോവയിലായിക്കോട്ടെ. കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടൊരു ചെറിയൊരു പാർക്ക് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മിനി പാർക്ക് പോലെ. എന്തായാലും ഇതിന് മുകളിലേക്ക് കയറി എത്തണം. കയറാം. ഇതിനൊരു അവസാനല്ലേ? എനിക്ക് തോന്നുന്നത് ഫോർട്ടിൻ്റെ മുകളിൽ പോയി നിന്ന് കണ്ട കാഴ്ച തന്നെയാകും കാണാം. എന്തായാലും സ്പെഷ്യൽ ഉണ്ടോ നോക്കാം. അയ്യോ ഉണ്ടായില്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലൂടെ കയറണം. ഞാൻ വിട്ടു. ടേക്ക് യുവർ ഓൺ ടൈം. വെറുതെ എല്ലാ ആൾക്കാർ കഷ്ടപ്പാടൊക്കെ സഹിച്ച് കയറി വരണേ. ആഹാ, കാലാവസ്ഥ നിരീക്ഷണത്തിൻ്റെ ഗോവ മൊത്തം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒന്നുണ്ട്.
അവിടെ അകലെയായിട്ട് ബീച്ച് കാണാനുണ്ട്. ഗോവ നഗരം കാണുന്നുണ്ട്. ठीक है, तू थोड़ा टाइम स्पेंड कर, इधर अपन आते हैं फिर से, क्योंकि फिर तू इधर आएगा, फिर साथ में आधा घंटे में तू आएगा, फिर इधर से जाएंगे आधे घंटे में। एक फिर ले जाऊंगा, तू नहीं पढ़ सकता। चलो ഫോട്ടോ സെക്ഷൻ. क्या हो रहा है ना, तो देख करो तुझे जाना नहीं है कहीं, आप आएगा चलेगा। कैसा ले ले कब आप ये या अंकल विल हेल्प यू। हाँ पापा ऐसे यस ओके यस यस ओके यस ऐसे ओके. ഇതാണ് ലൈറ്റ് ഹൗസിലെ ലൈറ്റ്. ഇങ്ങനെ കറങ്ങും. ഞാൻ കറക്കിയതാട്ടാ, പ്രശ്നമാവോന്നറിയില്ല. Very interesting. Not this one. കേരളത്തിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു യൂട്യൂബറും ഈ ഒരു റിസ്ക് എടുത്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇനി അതിനേക്കാളും വലിയ റിസ്ക്കാണ് ഇതിനുള്ളിലൂടെ ഇറങ്ങാന്നുള്ളത്. അത് തിരിഞ്ഞിറങ്ങണം, അതാണ് അടുത്ത സീൻ. യേശുവേ, കുഴപ്പമില്ല. ഓക്കെ, ലൈറ്റ് ഹൗസിൻ്റെ പോയിന്റുകളും കാര്യങ്ങളും, ഇത് എത്ര ലെങ്ത് വരെ കിട്ടും, ഏത് ലൊക്കേഷൻ വരെ ഇതിൻ്റെ ലൈറ്റ് എത്തും എന്നുള്ളതിൻ്റെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായിട്ട് ഇവരിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല, നമുക്കത് കാണാമെന്ന് മാത്രം. ഫോർട്ടും ലൈറ്റ് ഹൗസും രണ്ടൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കൈകളിലാണ് എൻ്റെ ഈ ചാനൽ ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.